Hi everyone, welcome to English with Jo YouTube channel. No versus find out. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എവിടെയാണ് നോ ഉപയോഗിച്ച് സംസാരിക്കേണ്ടത്, എവിടെയാണ് ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ച് സംസാരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് ഡീറ്റെയിലായി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നോ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നോ ഉപയോഗിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ നോ ഹിന്ദി. എനിക്ക് ഹിന്ദി അറിയാം. ഐ നോ ഹർ ഫോൺ നമ്പർ. എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയാം. ഐ നോ ദ വേ ടു ദ പാർക്ക്. എനിക്ക് പാർക്കിലേക്കുള്ള വഴി അറിയാം. ഇങ്ങനെ നേരത്തെ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നോ ഉപയോഗിച്ച് പറയാം. എന്നാൽ ഫൈൻഡ് ഔട്ട് എപ്പോൾ ഉപയോഗിക്കാം? ഒരു കാര്യം ബുദ്ധിമുട്ടി അന്വേഷിച്ച് അതിന് പിറകെ ഒരു ശ്രമം നടത്തി ഒടുവിൽ അത് കണ്ടെത്തുമ്പോൾ ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ച് പറയാം. കുറച്ച് എക്സാമ്പിൾസിലൂടെ ക്ലിയറായി മനസ്സിലാക്കാം. ഐ കോൾഡ് ഹിം ടു ഫൈൻഡ് ഔട്ട് ദ ഡിപ്പാച്ചർ ടൈം ഓഫ് ദ ട്രെയിൻ. ട്രെയിനിൻ്റെ പുറപ്പെടുന്ന സമയം അറിയാൻ ഞാൻ അവനെ വിളിച്ചു. ഇവിടെ ട്രെയിൻ പുറപ്പെടുന്ന സമയം അറിയാനായി ഞാൻ അവനെ വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഒരു ശ്രമം നടത്തിയ ശേഷമാണ് ട്രെയിൻ പുറപ്പെടുന്ന സമയം അറിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നോ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഐ സെർച്ച്ഡ് ദ ഇൻ്റർനെറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്നതിൻ്റെ അർത്ഥം കണ്ടെത്താനായി ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു, തിരഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് എന്നതിൻ്റെ അർത്ഥം കണ്ടെത്താനായി ഒരു ശ്രമം എടുത്തു, അതായത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. ഐ വാച്ച്ഡ് ദ ന്യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ലേറ്റസ്റ്റ് ഇലക്ഷൻ റിസൾട്ട്സ്. ലേറ്റസ്റ്റ് ഇലക്ഷൻ റിസൾട്ട് അറിയാൻ ഞാൻ ന്യൂസ് കണ്ടു എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ഇലക്ഷൻ റിസൾട്ട് നേരത്തെ അറിയുന്നില്ല. ഇലക്ഷൻ റിസൾട്ടിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനായി ന്യൂസ് കണ്ടു എന്നതുകൊണ്ടാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പുതിയതായി ഒരു കാര്യം അറിയാനായി ഒരു ശ്രമം നടത്തി കണ്ടെത്തുമ്പോൾ ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ച് പറയാം. ഈ സെൻറ്റൻസ് നോക്കൂ. ഐ വാണ്ട് ടു നോ ഹെർ നെയിം. ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹെർ നെയിം. ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഐ വാണ്ട് ടു നോ ഹെർ നെയിം എന്ന് വെച്ചാൽ ഞാൻ അവളുടെ പേര് അറിയാൻ ആഗ്രഹിക്കുന്നു, അതായത് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. എന്നാൽ ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹെർ നെയിം, അവളുടെ പേര് അറിയാനായി മറ്റുള്ളവരോട് ചോദിച്ച് ആ പേര് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. I just came to know the truth. I just found out the truth. ഇതിൽ സത്യം അറിയാനായി ഒരു ശ്രമവും നടത്താതെ തന്നെ മറ്റൊരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ I just came to know the truth എന്ന് പറയാം. എന്നാൽ ആ സത്യം അറിയാനായി കുറേ പേരോട് ചോദിച്ച് അന്വേഷിച്ച് ഒടുവിൽ അത് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. I just found out the truth. ഞാൻ സത്യം കണ്ടെത്തി. I know the answer to that question. എനിക്ക് ആ ചോദ്യത്തിനുള്ള ആൻസർ ഓൾറെഡി അറിയാം എന്നുണ്ടെങ്കിൽ I know the answer to that question എന്ന് പറയാം. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് പറയുന്നതെങ്കിൽ I will find out the answer to that question എന്ന് ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ച് പറയാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.